പുതുവർഷത്തെ വരവേറ്റ ലോകം. വിവിധ രാജ്യങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ വിപുലമായ പുതുവത്സരാഘോഷങ്ങൾ. പതിവ് പോലെ കിരിബാത്തി ക്രിസ്മസ് ദ്വീപിലും ന്യൂസിലാൻഡ് ഓക്ലാൻഡിലും പുതുവർഷത്തിന്റെ ആദ്യ കിരണങ്ങളെത്തി. അതേസമയം സംസ്ഥാനത്ത് കൊച്ചിയിൽ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. അർദ്ധരാത്രി 12:30 വരെ മാത്രമാണ് ആഘോഷങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പുതുവർഷ ആഘോഷങ്ങളുടെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് വർക്കലയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കിരൺകുമാറും കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാലും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് വർക്കലയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്കാണ്. പ്രശാന്ത്, എങ്ങനെയാണ് വർക്കലയിലെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? ദൃശ്യ പുതുവത്സരത്തെ വരവേൽക്കാൻ വർക്കലയും ഒരുങ്ങിയിരിക്കുകയാണ്. അവസാനവട്ട ഒരുക്കത്തിലേക്കാണ്. വെയിലൊന്ന് താഴ്ന്നാൽ മാത്രം മതി, ആളുകൾ ഇവിടേക്ക് എത്തും. ഇപ്പോൾ ചെറിയ ഒരു ആൾക്കൂട്ടത്തിന്റെ കുറവുണ്ട്. എന്നാൽ ആ വെയിൽ മങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ കൂട്ടമായി ബീച്ചിലേക്ക് ഇറങ്ങും. വലിയ ആഘോഷ പരിപാടികളാണ് വർക്കലയും ഉള്ളത്. കഴിഞ്ഞ മുൻവർഷങ്ങളെപ്പോലെ തന്നെ വലിയ രീതിയിൽ ഒരു ആഘോഷ പരിപാടികൾ തന്നെയാണ് ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് വർക്കലയിലും ഉള്ളത്. നിറയെ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിപ്പെടും. നമുക്കറിയാം, ഈ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഒരു മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളും, അതായത് രാജ്യത്തിനകത്തുള്ള സഞ്ചാരികളും അതോടൊപ്പം വിദേശ സഞ്ചാരികളും അടക്കം നിരവധി പേരാണ് ഇവിടേക്ക് ദിനംപ്രതി എത്തുന്നത്. ഇത് പുതുവത്സരം കൂടി ആയതോടുകൂടി ആ സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും ഇവിടേക്ക് ഉണ്ടാകുക. ഈ ബീച്ചിലേക്ക്, നമുക്ക് പാപനാശം ബീച്ചിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ബീച്ചിൽ അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും സഞ്ചാരികൾ കൂട്ടമായി എത്താൻ തുടങ്ങി. ഇപ്പോഴും തിരക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഈ ക്ലിഫും പരിസരത്തുമെല്ലാം നിറയെ ആളുകളുണ്ട്. അവരെല്ലാം കൂടെ ഇവിടേക്ക് എത്തുമ്പോൾ വലിയ തിരക്കും വലിയ കൂട്ടവുമായി മാറുകയും ചെയ്യും. നമ്മളോടൊപ്പം ഹായ്, ഹലോ, மலையாளம், தமிழ். எங்கிருந்து வருவாங்க? சென்னை. எப்படி இருக்குங்க இங்கே? ரொம்ப செம்மையாக இருக்குது. ஆக்சுவலி இது வந்து சில் பண்ணுறதுக்கு ரொம்ப பெஸ்ட்டான பிளேஸ். ஸோ இட் இஸ் வெரி நைஸ். நியூ இயர் செலிப்ரேட் பண்ணதுக்கு தானே வந்தது? ஆமாம். ஸோ வி கேம் ஹியர் டு செலிப்ரேட் அ நியூ இயர். ஸோ இட் வாஸ் வெரி ஃபன் ஹியர். ஸோ யா. எத்தனை பேர் வந்தாங்க? நீங்கள் 3 பேர் வந்திருக்கோம். ஆக்சுவலி வி ஆர் லவ்விங் கேரளா அண்ட் வி வென்ட் டு வேகமான் அண்ட் நெக்ஸ்ட் வி வென்ட் டு பத்மநாப சுவாமி டெம்பிள் அண்ட் வி கேம் வர்க்கலா. இன்னைக்கு என்ன பண்ண போகிறேன்? ഈ ന്യൂ ഇയർ ഫുള്ളി സെലിബ്രേഷൻസ്, ഫുൾ ക്ലിഫ്, roaming around here and around cliff, and we are attending one party here, so that's it. In the night fullum inga thai irukanga? Ama, inge irundittu naali kalayila afternoon we are leaving. ദൃശ്യ അത് തന്നെയാണ്. ഇന്ന് രാത്രി പൂർണ്ണമായും ഇവർ ഇവിടെ തന്നെ ഉണ്ടാകും, ഈ ബീച്ചിൽ തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞായിരിക്കും മടങ്ങി പോകുക. നിറയെ ആളുകൾ കൂട്ടമായി എത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. വർക്കല ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബീച്ചുകൾക്കും, അതായത് കടൽത്തീരങ്ങൾക്ക് ഇല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. ഒരു വർക്കലയുടെ ഒരു വശത്ത് മലയും അതോടൊപ്പം ഒരു കുന്നുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ താഴ്വാരത്തായിട്ടാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയാൽ മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ വർക്കല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർക്കലയിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്നതിൻ്റെ കാരണം. ഇപ്പോൾ വിദേശ സഞ്ചാരികൾ അടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു 6 മണി പിന്നിടുന്നതോടുകൂടി സഞ്ചാരികൾ എല്ലാവരും കൂട്ടമായി ഇവിടേക്ക് എത്തുകയും ചെയ്യും. പിന്നീട് ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. ഇവിടേക്ക് ഈ പുതുവത്സരം പ്രമാണിച്ച് വിവിധ പരിപാടികളും ഈ ബീച്ചിലും അതോടൊപ്പം തന്നെ ക്ലിഫ് പരിസരങ്ങളിലെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നടക്കുകയും ചെയ്യും. നമ്മളോടൊപ്പം ഹായ്, മലയാളികളാ? தமிழ். எங்கிருந்து வருவாங்க? கோயம்புத்தூர். எப்படி பண்ணுறது செலிப்ரேட் நியூ இயர்? ஹாப்பியாக தான் போயிட்டு இருக்கோம். நியூ இயர் என்ன? எல்லாரும் சேர்ந்து பண்ணுவீங்களா? ஆமாம், எல்லாருமே குரூப்பாக வந்திருக்கோம், 10 மெம்பர்ஸ். என்னென்ன பண்ண போகிறீங்க? நம்ம நைட்டு இது கார்னிவல் ஜாலியாக பண்ணிட்டு இது பீச்சுக்காக வந்தோம். பீச்சு, நைட்டு கார்னிவல் ப்ளஸ் ட்ராவல். അത് തന്നെയാണ്. ബീച്ചിലും കാർണിവലും ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സഞ്ചാരികളും എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അതായത്
ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത് നിരവധി സഞ്ചാരികൾ എത്തുന്നൊരു സ്ഥലം കൂടിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര സഞ്ചാരികളാണ്. പല സ്ഥലങ്ങളിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തൊട്ടിങ്ങോട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ്. ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ വിശേഷങ്ങളുമായി കിരൺ കുമാർ ഉണ്ട്. കിരൺ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ദൃശ്യം ഏതായാലും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പൊടിപൊടിക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട്. ഏതായാലും കൊച്ചിയിലെ ആഘോഷങ്ങൾ അതിൻ്റെ ആവേശത്തിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊച്ചിയിൽ തയ്യാറാക്കിയിട്ടുള്ള പപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലെ ഒരു പുതുവർഷ ആഘോഷങ്ങളിൽ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് കടക്കുക. ഏതായാലും കൊച്ചിയിലെ ഇത്തവണ ഒരു പപ്പാഞ്ഞിയാണ്. ആദ്യം 2 പപ്പാഞ്ഞികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ, അതായത് മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തോടെ തുടർന്ന് ഏതായാലും ഈ കാർണിവലിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ മാറ്റിവെച്ചതോടുകൂടി തന്നെ ഇത്തവണ ഒരു പപ്പാഞ്ഞിയാണ് ഏതായാലും ഉള്ളത്. ഈ ഗാല ഡി ഫോർട്ട് കൊച്ചിയുടെ അംഗങ്ങൾ ഏതായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ചേട്ടാ, എന്തൊക്കെ സംവിധാനമാണ് നമ്മളിപ്പോൾ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്? ഹൈക്കോടതിയാണ് നമുക്ക് പെർമിഷൻ തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞതനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയും 2 ഫയർ എഞ്ചിനുകൾ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പെർമിഷൻ ആയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ട് ക്യാമറകൾക്ക് ചുറ്റും വലയത്തിലാണ്. ആ കണക്ഷൻ മോണിറ്ററിങ് CAയുടെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലൈറ്റെല്ലാം ജനറേറ്ററിലേക്ക് ഫംഗ്ഷൻ ചെയ്യണം. ആ ലൈറ്റുകളെല്ലാം ജനറേറ്ററിലേക്ക് ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിവിടെ പപ്പാഞ്ഞിയെ കത്തിച്ചില്ല. അന്ന് ഒരു 70,000 പേരാണ് നമുക്ക് ഈ ഗ്രൗണ്ടിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് പീസ്ഫുള്ളായിട്ട് ആൾക്കാർ എല്ലാ ജനവിഭാഗങ്ങളും കണ്ട് പരസ്പരം ന്യൂ ഇയറും വിഷൊക്കെ ചെയ്തു പോയത്. ഞങ്ങൾ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് 1,00,000 പേരാണ്. 7.5 ഏക്കർ സ്ഥലത്ത് 1,00,000 പേർക്ക് എന്തായാലും സുഖമായി ഫാമിലിയായിട്ട് വന്നു പോകാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടാവും. ഈ സാധാരണഗതിയിൽ പരേഡ് ഗ്രൗണ്ടിലാണല്ലോ പപ്പാഞ്ഞിയെ കത്തിക്കുക. പക്ഷേ വെളി ഗ്രൗണ്ടിൽ മറ്റേ ക്രിസ്മസ് ട്രീ ഉണ്ടാവും. കുറച്ച് നേരത്തെ തന്നെ ആഘോഷം തുടങ്ങാറുണ്ട്. ഇത്തവണ വലിയൊരു സംഖ്യ ആളുകൾ ഇങ്ങോട്ടെത്തുമെന്ന് തന്നെ വേണ്ടേ കണക്ക്? ഇല്ല, ഞങ്ങളെ അതാ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ ഒരു കാലാകാലങ്ങളിലായിട്ട് ഇവിടെ പപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഹൈറ്റുള്ള പപ്പാഞ്ഞിയെ കത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് അങ്ങനത്തെ ഒരു ഡയറക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കത്തിക്കാറുണ്ട്. പക്ഷേ അവിടെയാണ് മെയിൻ പോയിൻ്റായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടെയാണ് ഈ വർഷം ഈ പപ്പാഞ്ഞി മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കണ്ടില്ലേ, ഫോർട്ട് കൊച്ചിയുടെ ഒരു വൈബ് തുടങ്ങി എല്ലാ മേഖലകളിലും. ഈ പ്രാവശ്യം നമ്മൾ ഒരുപക്ഷെ കേരളത്തിന് മാതൃകയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ വെളുത്ത മുത്തെന്ന് വിശേഷിപ്പിക്കുന്ന വിനയ ഫോർട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യണത്. അത് അങ്ങ് ഈ കാണുന്ന പപ്പാഞ്ഞിയെ റിമോട്ട് കൺട്രോളിലാണ് കത്തിക്കാൻ പോണത്. ഈ പപ്പാഞ്ഞിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു നിയമ നടപടി ചിലപ്പോൾ ഒരു വർഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അല്ലേ? അതെ, പപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം 29-ാം തീയതി ഞങ്ങളോട് പറഞ്ഞ് കത്തിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായൊരു വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 18-ാം തീയതി നോട്ടീസ് വന്നു. കത്തിക്കരുതെന്നല്ല, അത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ നോട്ടീസിനെ നമ്മളങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതി പോയത്. ബഹുമാനപ്പെട്ട കോടതി നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി 24 പറഞ്ഞത് 27ലേക്ക് മാറ്റി. അപ്പോൾ സർക്കാരിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഏജൻസികളും എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പോലീസ് അത് കൊടുക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. ഒരു ഘട്ടത്തിൽ പോലീസിന് അത് മറുപടി ഉണ്ടായില്ല. അങ്ങനെയാണ് നമുക്ക് അനുവാദം കിട്ടിയത്. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്താണ് ഇത്തവണത്തെ പപ്പാഞ്ഞിയുടെ ഒരു തീം? തീം ഞാൻ പറഞ്ഞത് ഈ പപ്പാഞ്ഞി വെൽഫെയർ എന്ന് പറയുന്ന ഒരു യൂറോപ്യനിലുള്ള നോവലിസ്റ്റാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ആഘോഷങ്ങളാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പടക്കങ്ങൾ പൊട്ടുന്ന കാണുന്നതാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായത്. അപ്പോൾ ഇതൊരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ഒന്നുമല്ല, ഞങ്ങളുടെ 140 പേരും അടങ്ങുന്ന അവരാണ് ഇത് സംവിധാനം ചെയ്ത് തീർത്തിട്ടുള്ളത്. പോലീസ് പറഞ്ഞ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കേരളത്തിൽ മുഴുവൻ ജില്ലകളിൽ നിന്നും ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർ വന്നോട്ടെ, ഞങ്ങളെല്ലാവരും മനസ്സമാധാനത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും ഹാപ്പി ന്യൂ ഇയർ പറയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും
ദൃശ്യ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി ഈ പുതുവർഷാഘോഷങ്ങളുടെ വൈബിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഏതായാലും ഇത്തവണ 2 പപ്പാഞ്ഞികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പരേഡ് ഗ്രൗണ്ടിൽ സാധാരണഗതിയിൽ കത്തിച്ചു വരുന്ന ഒരു വലിയ പപ്പാഞ്ഞിയുടെ കത്തിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിട്ട് കൊച്ചിയിൽ നടക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒപ്പം ഈ വെളി ഗ്രൗണ്ട്, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലും ഈ പുതുവർഷ സമയത്ത് ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ് ഈ ക്രിസ്മസ് ട്രീ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ഈ പുതുവർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നത്. അത് ഈ വെളി ഗ്രൗണ്ടിലാണ്. ഈ വർഷം മുതലാണ് ഒരു വലിയ പപ്പാഞ്ഞിയെ കത്തിക്കാനായിട്ട് വെളി ഗ്രൗണ്ടിൽ ഈ പരിപാടികളൊക്കെ ഏകോപിപ്പിച്ച് വരുന്ന ഗാലാഡി ഫോർട്ട് കൊച്ചി അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയത്. ആ സമയത്ത് ചില നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു. പോലീസ് ഇവിടെ പപ്പാഞ്ഞിയെ കത്തിക്കരുതെന്ന് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കാര്യം ഈ സുരക്ഷ ഒരുക്കാനായിട്ട്, കാര്യം ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇന്നേ ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ആ സമയത്ത് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷ ഒരുക്കാനായിട്ട് പോലീസിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ വെളി ഗ്രൗണ്ടിൽ ഇത്തവണ ഈ പപ്പാഞ്ഞിയെ കത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം പോലീസ് വെച്ചിരുന്നു. പിന്നീട് ഈ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ ഈ ക്ലബിന്റെ അംഗങ്ങൾ നിയമ നടപടികളുമായി പോകുന്നു. അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി കൂടി കിട്ടിയതോടുകൂടി കോഴിക്കോടത്തെ ഏറ്റവും കൂടുതൽ പുതുവത്സരാഘോഷം നടക്കുന്നത് മാനാഞ്ചിറയിലും അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിലും ഒക്കെയാണ്. ഇപ്പോൾ മാനാഞ്ചിറ മൈതാനത്ത് നിന്ന് അനഘ ഹർഷനുണ്ട്. അനഘ, എങ്ങനെയാണ് കോഴിക്കോടത്തെ പുതുവത്സരാഘോഷം? പുതുവത്സരത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ആ ആഘോഷങ്ങൾക്ക് കോഴിക്കോടും ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ്. ഇവിടെ കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ, കാപ്പാട് ബീച്ച്, അങ്ങനെ എല്ലായിടത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇതിനോടകം തന്നെ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലേക്ക് കടുത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 മണിവരെ മാത്രമേ പ്രവേശിക്കാൻ അനുവദിക്കൂ എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ബീച്ചിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. മാത്രമല്ല രാത്രി 1 മണിക്ക് ശേഷം മാത്രമേ നിലവിൽ ബീച്ചിൽ എത്തിയിരിക്കുന്നവർക്കൊക്കെ തന്നെ പുറത്തേക്ക് പോകാൻ കഴിയൂ എന്നതാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മാനാഞ്ചിറയിലാണ്. കോഴിക്കോട്ടെ ഒരു മുഖ്യ ആകർഷണ കേന്ദ്രമാണ്. സായാഹ്നങ്ങളിലൊക്കെ തന്നെ ഈ കോഴിക്കോട്ടുകാരൊക്കെ തന്നെ എത്തുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഇവിടെ വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ടൂറിസം വകുപ്പ് ആണ് ഇത് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ഈ വിനോദസഞ്ചാര വകുപ്പിൻ്റെ തീമായിട്ടുള്ള സ്പ്രെഡിംഗ് ഹാർമണിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്നോ വേൾഡ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹിമക്കരടിയും അങ്ങനെ ഇഗ്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ തന്നെ ആളുകൾ എത്തുകയുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരു മൺതരി താഴേക്ക് പോകാത്ത അത്രയും ജനസാഗരം തന്നെ ഈ ഗ്രൗണ്ടിൽ മുഴുവനായിട്ടും ഉണ്ടാകും. വലിയ ആഘോഷ പരിപാടികൾ ഉണ്ടാകും. ഈ രാത്രിയോടെ തന്നെ ഇപ്പോഴുള്ള ഈ സ്നോ വേൾഡിലുള്ള ഇതൊക്കെ തന്നെ പ്രകാശിക്കാൻ തുടങ്ങും. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. നിലവിൽ ഇപ്പോൾ ഈ പരിസരത്തൊക്കെ തന്നെ പോലീസ് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ വലിയ രീതിയിലേക്ക് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രാത്രിയോടെ തന്നെ ഇവിടെ ഈ കേക്ക് മുറിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇപ്പം ഇനി ഒരു വെയിൽ താണാൽ മാത്രമേ ആളുകളുടെ ഒരു ഒഴുക്ക് ഈ ഭാഗത്തേക്ക് ഉണ്ടാകൂ. ഇനി മറ്റൊന്ന് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പോയ വർഷം ഉയർച്ചയുടെയും താഴ്ചയുടെയും ഒക്കെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഈ വിഖ്യാത എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ വിയോഗം അതൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ മാസം പോയ കാലത്ത് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വേർപാടിൻ്റെയും നഷ്ടത്തിൻ്റെയും അങ്ങനെ വലിയൊരു ഇതാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് പോയ വർഷം 2024. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പുതുവർഷത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്തും, കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും, കൊച്ചിയിൽ നിന്ന് കിരൺകുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.